ഇനിയിപ്പോ ഷമിക്ക് ചോദ്യം മനസ്സിലാവാത്തോണ്ടാണോ? എന്റെ ചോദ്യം സ്ട്രെയിറ്റ് ആയിരുന്നു. അതെ, വാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അതിന്റെ മറുപടി എന്താ പറയാ? അത് പറയ്. അതെ, പറ. നിങ്ങളടുത്ത് മറുപടി ഇല്ല. പറയുന്നു. പറയൂ, വേഗം പറയൂ, വേഗം പറയൂ. നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇനിയുള്ള ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണത്തിന് ചർച്ചാ വിഷയമാകാൻ രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് കഴിയും. പക്ഷേ അത് ഏതു തരത്തിലുള്ള ചർച്ചയാണ് എന്നുള്ളതൊക്കെ വേറെ മട്ടിലവിടെ നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് എപ്പോഴും ഉള്ളതുപോലെ ഇത്തവണയും വലിയ പ്രതിസന്ധിയായിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടുകാരോട് അവിടെ മത്സരിക്കും എന്നുള്ള കാര്യം രഹസ്യമാക്കി വെച്ചിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ നേരിട്ടത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കോൺഗ്രസ്സുകാരെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു ചോദ്യം. എന്തു ചെയ്യും, എങ്ങനെ വിശദീകരിക്കും എന്നുള്ളതൊക്കെ വലിയ പ്രശ്നമാണ്. നേരത്തെ തന്നെ പറയായിരുന്നല്ലോ, കഴിഞ്ഞ തവണ അമേഠിയിൽ മത്സരിച്ച പോലെ അപ്പോഴും വയനാട്ടിൽ മത്സരിക്കാൻ വന്നില്ലേ, അത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. എന്നാൽ ഇത്തവണ അത് രഹസ്യമാക്കി വെച്ച് ഇവിടെ മത്സരിക്കുകയാണ്. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ള മട്ടിൽ ഇവിടെ മത്സരിക്കുകയാണ്. എന്നിട്ട് റായ്ബറേലിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു. എന്നാൽ അതിലും മറ്റൊരു പ്രശ്നമുള്ളത്, അമേഠിയാണ് രാഹുൽ ഗാന്ധിയുടെ സ്ഥിരമായി മത്സരിക്കുന്ന മണ്ഡലം. കഴിഞ്ഞ തവണ അവിടെ തോറ്റുവെങ്കിലും അത് രാഹുൽ ഗാന്ധിക്ക് മത്സര രംഗത്തേക്ക് വന്നതിന് ശേഷമുള്ള ബന്ധം ഒഴിച്ചുകൂടാനാകാത്തൊരു മണ്ഡലമാണ്. അവിടെ സ്മൃതി ഇറാനിയോട് തോറ്റതിന് ശേഷം ഇപ്പോൾ സ്മൃതി ഇറാനിയെ പേടിച്ചിട്ടാണ് അങ്ങോട്ട് പോകാത്തത് എന്നുള്ള വാദവും നരേന്ദ്രമോദി അടക്കം ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇത് രണ്ടും കൂടി എങ്ങനെ വിശദീകരിക്കും എന്നുള്ള പ്രതിസന്ധിയിലായത്. അതിൻ്റെ ഒരു ടിപ്പിക്കൽ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ TV-യിൽ ഷമാ മുഹമ്മദ് പങ്കെടുത്ത ചർച്ചയിൽ ഷമാ മുഹമ്മദിന്റെ നിസ്സഹായതയിൽ നിന്ന് ഉയർത്ത വ്യത്യസ്തമായ ചിന്തകൾ. ഒരു തെരഞ്ഞെടുപ്പിൽ നേതാവ് എവിടെയാണ് മത്സരിക്കുന്നതെന്ന് പറഞ്ഞത് അത് നമ്മളെ പേഴ്സണലായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഞങ്ങൾ പാർട്ടി ഡിസൈഡ് ചെയ്യുന്നതാണ് അവരെവിടുന്നാണ് മത്സരിക്കേണ്ടത്. അത് ശരി തന്നെ. എന്നാലും വയനാട്ടിലെ വോട്ടർമാരോട് എന്ത് പണിയാണ് കാണിച്ചത്? അവരോട് പറയേണ്ടിയിരുന്നില്ലേ ഇങ്ങനൊരു മണ്ഡലം കൂടി മത്സരിക്കാനുണ്ട് എന്ന്? എന്തുകൊണ്ട് നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ നിന്ന് മത്സരിക്കുന്നില്ല? എന്തുകൊണ്ട് നരേന്ദ്രമോദി കേരളയിൽ നിന്ന് മത്സരിക്കുന്നില്ല? എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവിടെ വന്നാൽ തോൽക്കും. എന്നാലും എന്തുകൊണ്ടായിരിക്കും രാഹുൽ ഗാന്ധി ഈ കാര്യം വയനാട്ടുകാരോട് നേരത്തെ പറയാതിരുന്നത്? രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ ഒരു വീടില്ല. ഇപ്പോൾ രാഹുൽജി എന്താ പറഞ്ഞത്? ഇന്ത്യയിൽ എവിടെയും പോയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റും. രണ്ടാമത് നിങ്ങൾക്ക് മത്സരിക്കുന്നത് ഇത്ര വലിയ ധീരതയുടെ ഒരു വലിയ ലക്ഷണമാണോ? അതും റായ്ബറേലി പോലെ കോൺഗ്രസിനെ ഏതു കാലത്തും കൈവിടാത്ത മണ്ഡലത്തിൽ മത്സരിക്കുന്നതാണോ വലിയ ധീരത? അല്ല, അരുൺകുമാർ അങ്ങനെയൊന്നും ചോദിക്കുന്നത് ശരിയല്ല. കാരണം ഷമാ മുഹമ്മദിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലായില്ലേ. അത്ര തീവ്രമായ ഒരു അവസ്ഥയിലാണ് ഷമാ മുഹമ്മദ് ഉള്ളത്. അവരോട് അങ്ങനെ ചോദിക്കാനേ പാടില്ല. അല്ല, നിങ്ങൾ ഓൾറെഡി നിങ്ങളെ വോയിസ് നിങ്ങൾ കുറെ സമയം കേട്ടു. ഇനി ഞങ്ങളെ വോയിസ് ഒന്ന് കേട്ടു, നിങ്ങളെ ശബ്ദം കേൾക്കൂ. അല്ലെങ്കിൽ എനിക്ക് പിന്നെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഷമിക്ക് ചോദ്യം മനസ്സിലാവാത്തോണ്ടാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് വയനാട്ടുകാരോട് ഈ കാര്യം പറഞ്ഞില്ല? ഇനി അതുമല്ലെങ്കിൽ അമേഠിയിൽ പോയി മത്സരിക്കുകയല്ലേ വേണ്ടത്? എന്റെ ചോദ്യം സ്ട്രെയിറ്റ് ആയിരുന്നു. അമേഠി കഴിഞ്ഞ തവണ പരാജയപ്പെട്ടപ്പോൾ ആ ഭീതിയിലാണോ റായ്ബറേലിയിലേക്ക് വരുന്നത്? നരേന്ദ്രമോദി ചോദിക്കുന്നത്. ക്ഷമയുടെ ഉത്തരേ ഇപ്പൊ വരും. അരുൺകുമാർ വെള്ളം കുടിക്കും. അമ്മാതിരി ഉത്തരങ്ങൾ അവരുടെ പോക്കറ്റിലുണ്ട്. അതെടുത്ത് പ്രയോഗിച്ചാണ്ടല്ലോ. ഇതാ കണ്ടോ. നരേന്ദ്രമോദി എന്തുകൊണ്ട് കേരള, തമിഴ്നാട്, ആന്ധ്ര എന്ന് മത്സരിക്കാത്ത? കർണാടക എന്നിവരെ മത്സരിക്കാലോ. നരേന്ദ്രമോദിക്ക് അദ്ദേഹം എന്തുകൊണ്ട് പേടിക്കുന്ന ദക്ഷിണ ഭാരത് മത്സരിക്കാം? അതിന്റെ മറുപടി എനിക്ക് അറിയണമെന്ന്. അല്ലെങ്കിൽ പിന്നെ നരേന്ദ്രമോദിക്ക് അമേഠിയിൽ പോയിട്ട് മത്സരിച്ചൂടെ? രാഹുൽ ഗാന്ധിനെ തന്നെ പറഞ്ഞേക്കുന്നതിനാ അവിടെ പോയിട്ട് തോറ്റിട്ട് കുഴപ്പത്തിലാക്കാനല്ലേ? വെറുതെ രാഹുൽ ഗാന്ധിനെ കുഴപ്പത്തിലാക്കുന്ന ഒരുവിധം തട്ടിമുട്ടി റായ്ബറേലിയിൽ പോയി നിൽക്കുകയാണ്. ഈ സമ്മർദ്ദങ്ങളെല്ലാം അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഉത്തരേന്ത്യയിൽ മത്സരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് റായ്ബറേലിൽ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അമേഠി പോയി മത്സരിക്കണം എന്ന് പറഞ്ഞാൽ എന്ത് പരിപാടിയാണ്? രാഹുൽ ഗാന്ധി റായ്ബറേലി എന്ന സേഫ് സീറ്റിലേക്ക് പോവുകയാണോ ചെയ്തത്? പേടിച്ചോടിയോ എന്നതാണ് ഇന്ന് പ്രധാനമന്ത്രി ചോദിച്ചത്. അല്ലപ്പാ, വയനാട്ടുകാരോട് ഇത് നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ? ഒന്നുമില്ലെങ്കിൽ വയനാടിനെ ഉപേക്ഷിക്കാൻ പോവുകയാണെന്നല്ല കേൾക്കുന്നത്. വയനാട് ഉപേക്ഷിക്കോ? വയനാട് ഉപേക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. എവിടെയും ഞങ്ങൾ ഉപേക്ഷിക്കുന്ന സാഹചര്യം എന്തെന്ന് ഷമാ മുഹമ്മദ് പറയുന്നത്? അല്ല, നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ നാട് ഗുജറാത്ത് നിന്ന് അത് ഉപേക്ഷിച്ച് നിങ്ങൾ എന്തുകൊണ്ട് അദ്ദേഹത്തിനോട് ചോദിച്ചില്ല? അല്ല, നിങ്ങളുടെ ചോദ്യം എപ്പോഴും BJP പോലത്തെ നിങ്ങളുടെ പോലത്തെ സ്പോക്സ് ആങ്കറിനാ ഞാൻ അവിടെ വിളിക്കല്. നിങ്ങളുടെ ചോദ്യം വെറും ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് മുമ്പ് രണ്ടാമത്തെ മണ്ഡലം മത്സരിക്കുമോ എന്ന് പറഞ്ഞില്ല. ഒടുവിൽ രണ്ടാമത്തെ മണ്ഡലം തെരഞ്ഞെടുപ്പോൾ എല്ലാവരും കരുതി അമേഠി ആയിരിക്കുമെന്ന്. പക്ഷെ അമേഠിയിൽ സ്മൃതി ഇറാനിയെ കണ്ട് ഭയന്ന് രാഹുൽ ഗാന്ധി ഈ റായ്ബറേലിയിലേക്ക് പോയി എന്നതാണ് BJP ഉയർത്തുന്ന ചോദ്യം. അതിനൊരു വിശദീകരണമാണ് ആവശ്യപ്പെട്ടത്. ഞാൻ അതെന്തിനാ അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അതൊന്നും പറ്റില്ല. അങ്ങനത്തെ ചോദ്യം ഷമാ മുഹമ്മദിനോട് പറ്റില്ല. ഞാൻ പറയൂല മറുപടി. വയനാട് നിലനിർത്തുമോ റായ്ബറേലി നിലനിർത്തുമോ? സ്റ്റേറ്റ് ക്വസ്റ്റ്യൻ ആണ് ഷമാ മുഹമ്മദ്.
സാധ്യത. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ കാണിച്ച വോട്ടിന്റെ ഗ്രാഫ് അനുസരിച്ച് 10% ഭൂരിപക്ഷം കിട്ടും. അങ്ങനെ രാഹുൽ ഗാന്ധി വയനാട്ടിലും റായ്ബറേലിയിലും ജയിച്ചാൽ ഏത് മണ്ഡലം നിലനിർത്തും, ഏത് മണ്ഡലം ഉപേക്ഷിക്കും? സ്റ്റേറ്റ് ചോദ്യമാണ്. രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. രാഹുൽ ഗാന്ധി ഭയങ്കര ധൈര്യശാലിയാണ്. വയനാട്ടിൽ വന്ന് മത്സരിക്കാനുള്ള ധൈര്യം നരേന്ദ്രമോദിക്കുണ്ടോ? പക്ഷേ രാഹുൽ ഗാന്ധിക്കുണ്ട്. അത്ര ധൈര്യശാലിയാണ് രാഹുൽ ഗാന്ധിയും ഷമാ മുഹമ്മദും ഒക്കെ. ഞാനെന്തിനാ നിങ്ങളോട് സംസാരിക്കേണ്ടത്? അത് ഞങ്ങൾ തീരുമാനിക്കും. നിങ്ങൾ നരേന്ദ്രമോദിനോട് ചോദിച്ചോ? ഒരാൾ വന്ന് ഉത്തരം പറയുമ്പോൾ പുരുഷാധിപത്യം കാണിച്ചാണ്ടല്ല. രാഹുൽ ഗാന്ധിന്റെ കാര്യം ഇങ്ങനെ ചോദിക്കുന്നത് പുരുഷാധിപത്യത്തിന്റെ ലക്ഷണമാണോ എന്ന് പോലും ഷമാ മുഹമ്മദിന് ഇടക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അനിൽ, ഞാൻ വരാം. ഷമാ പറഞ്ഞു തീർത്തോട്ടെ വരാം. താങ്കൾക്കുള്ള മറുപടിയാണ് ഷമാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല അതന്നെ ഞാൻ നിങ്ങൾ പറയുമ്പോ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അവിടെ അനങ്ങാണ്ടിരിക്കണം. പുരുഷനാന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്നെ ഇന്ററപ്റ്റ് ചെയ്യാൻ പാടില്ല. അത് ഞാൻ വിടേണ്ടി അതിനകത്ത് പുരുഷന് സ്ത്രീ എന്നുള്ള വിഷയമൊന്നുമില്ല. അത് അനിൽകുമാർ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാണ്. അത് വിട്ടേക്കൂ. താങ്കൾ മറുപടി തുറന്നോളൂ. അപ്പം ഇവിടെ നിങ്ങളെ ഈ പുരുഷത്തിന്റെ ഈ പേട്രിയാക്കൊന്നും എന്റെ അടുത്ത് പറ്റൂല. അപ്പൊ ഞാൻ പറയുന്ന പറഞ്ഞാൽ ഈ ആനി രാജ അല്ലല്ലോ വയനാട്ടിലെ സിറ്റിംഗ് എം പി. അവർക്ക് അവിടെ കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അത് താങ്കളുടെ ഊഴത്തിൽ താങ്കൾ ക്ലിയർ ചെയ്തോളൂ. ഷമാ മുഹമ്മദ് പറഞ്ഞത് കേട്ടിട്ട് ഞാൻ അങ്ങയിലേക്ക് വരാം. എന്നോടൊരു ചോദ്യം ചോദിച്ചു. എന്നിട്ട് അനിൽ അല്ല അവരവരോട് ചോദിക്കുക എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിന്റെ സിറ്റിംഗ് സീറ്റാണ്. തെറ്റിദ്ധരിച്ചതാണ്. ഞാൻ അനിലിന്റെ റെസ്പോൺസിനെ കുറിച്ച് ഷമ മറുപടി പറയുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ക്ലാരിഫിക്കേഷൻ കൊടുത്തതാണ്. അനിൽ ഒരു നിമിഷം വഴങ്ങൂ. ഷമ തീർക്കൂ. എന്നാലും വയനാട്ടിലെ ജനങ്ങളോട് അത് പറയായിരുന്നില്ലേ ഷമാ മുഹമ്മദിന്? വയനാടിൽ മാത്രമല്ല മത്സരിക്കുക, റായ്ബറേലിയിലും കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്ന് പറയാഞ്ഞത് എന്താണ്? ഷമാ മുഹമ്മദിനോടെ ഇങ്ങനത്തെ ചോദ്യമൊന്നും ചോദിച്ച് കുഴപ്പത്തിലാക്കാൻ നിങ്ങളായിട്ടില്ല അരുണേ. ക്ഷമ അത്രമാത്രം ക്ഷമ ഉള്ള ആളാണ്. അത് ഞങ്ങൾ ചിലപ്പം ഞങ്ങൾക്ക് അതൊരു തെരഞ്ഞെടുപ്പിന്റെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ തീരുമാനം എടുക്കുമ്പോൾ ഞങ്ങൾ എല്ലാ കാര്യം പറയണം. ബിക്കോസ് എല്ലാ കാര്യവും പറയണ്ടേ? ഒരു സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ ആ സ്ഥാനാർത്ഥി അത് 4 ലക്ഷം വോട്ടിന് ആപത്ത് കാലത്ത് സഹായിച്ച ഒരു മണ്ഡലത്തിലെ വോട്ടർമാരോട് ആ മത്സരിക്കാൻ വരുമ്പോൾ ഇതാ ഞാൻ വയനാടും മത്സരിക്കും, ഞാൻ ഉത്തരേന്ത്യയിൽ അമേഠി റായ്ബറേലിയിൽ ഒരു മണ്ഡലം കൂടി മത്സരിക്കുമെന്ന് പറയാനുള്ള രാഷ്ട്രീയ സത്യസന്ധത എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി കാണിച്ചില്ല? ശരിക്കും ഷമാ മുഹമ്മദിന്റെ വാക്ക് കേൾക്കുമ്പോഴാണ് നമുക്ക് സംശയം വരിക. രാഹുൽ ഗാന്ധിക്ക് പേടി ഉണ്ടായിരുന്നു എന്നുള്ള സംശയം. കഴിഞ്ഞ പ്രാവശ്യം 2 മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം സാധ്യത ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം. അവിടെ അതൊരു പ്രശ്നമല്ല. ബിക്കോസ് വയനാട്ടിലെ ആൾക്കാർ രാഹുൽ ഗാന്ധി 1 സീറ്റോ 2 സീറ്റോ അല്ലെ അവര് രാഹുൽ ജിക്കാന്ന് കൊടുക്കാൻ പോട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഇടയ്ക്ക് ചില ആളുകൾ സ്മൃതി ഇറാനിയെ പേടിച്ചിട്ടാണോ എന്ന് അമേഠിയിൽ നിൽക്കാത്തത്. സ്മൃതി ഇറാനിയൊന്നും ആർക്ക് പേടി? സ്മൃതി ഇറാനിയെ നേരിടേണ്ട ആളാണോ രാഹുൽ ഗാന്ധി? രാഹുൽ ഗാന്ധി ഒക്കെ റായ്ബറേലിയിൽ പോയി നിൽക്കേണ്ട ആളല്ലോ. എന്നിട്ട് അമേഠിയിലേക്ക് ഞങ്ങളെ ഒരാളെ രമണനെ ഗോദയിലേക്ക് വിട്ടിട്ടുണ്ട്. അല്ലാതെ സ്മൃതി ഇറാനിയെ ആർക്കാ പേടി? ഈ സ്മൃതി ഇറാനിന് ഇവരൊരു വലിയ കാര്യമായിട്ട് സ്മൃതി ഇറാനി ഒന്നുമല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനത്തെ ഒരു പേടി അദ്ദേഹത്തിന്റെ നിഘണ്ടുവിലേ ഇല്ല. അടി കൊണ്ട് വീട് കഴിഞ്ഞിട്ട് നിങ്ങളൊന്നുമല്ല കേട്ടോ എന്ന് പറയുന്നതിനകത്ത് വല്ല കാര്യമില്ലല്ലോ. അടി കൊണ്ട് താഴെ കിടക്കുകയാണ് രാഹുൽ ഗാന്ധി. എന്നിട്ട് എഴുന്നേറ്റിട്ട് അടിച്ച് താഴെ ഇട്ടവരോട് നിങ്ങൾ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്നാലും വയനാട്ടുകാരോട് എന്തായിരിക്കും ഇപ്പൊ രാഹുൽ ഗാന്ധി പറയാതിരിക്കാൻ കാരണം? ഞാൻ വേറൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്ര വലിയ കുഴപ്പമാണോ? വയനാട്ടുകാരങ്ങനെ രാഹുൽ ഗാന്ധിനെ തോപ്പിക്കൊന്നുമില്ല അങ്ങനെ മത്സരിക്കുന്നു പറഞ്ഞുകൊണ്ട്. പറയായിരുന്നു കേട്ടോ. എന്തായിരിക്കും പറയാതിരുന്നതിന്റെ കാരണം? വയനാട്ടിലെ വോട്ടർമാരെ രാഹുൽ ഗാന്ധി വഞ്ചിച്ചോ എന്ന സ്ട്രേറ്റ് ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത് ഷമാ മുഹമ്മദ്. അപ്പോൾ ഉടനെ ഷമാ മുഹമ്മദ് പ്രജ്വൽ രമണയിലേക്ക് പോകും. കുറച്ച് കഴിഞ്ഞാൽ ബ്രിജ്ഭൂഷൺ സിംഗിന്റെ കൈസർഗഞ്ചിലേക്ക് പോകും. ഞാൻ സ്ട്രേറ്റ് ചോദ്യം ചോദിക്കുന്നത് സ്ട്രേറ്റ് ചോദ്യം. എന്തുകൊണ്ട് പ്രധാനമന്ത്രി വാരണാസി പോലത്തെ സേഫ് സീറ്റ് എടുത്തു? വാ കേരളയിൽ, വയനാട്ടില് വാ പ്രധാനമന്ത്രി, വാ തമിഴ്നാട്ടില്, വാ കർണാടകയിൽ. വയനാട്ടിൽ വന്ന് മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് വഡോദരയിലും വാരണാസിയിലും മത്സരിച്ച് വിജയിച്ച നരേന്ദ്രമോദിയെ വെല്ലുവിളിക്കുന്നത്. ഇങ്ങോട്ട് വാ ഈ വയനാട്ടിൽ വന്ന് മത്സരിക്കാൻ. എന്താണ് ഷമാ മുഹമ്മദ് പറയുന്നതിനൊക്കെ ഒരു ലോജിക്ക് വേണ്ടേ? വയനാട് ലീഗിന്റെ കോട്ടയാണ്. ലീഗിന്റെ പിന്തുണയിലേക്ക് രാഹുൽ ഗാന്ധി പോലും മത്സരിക്കാൻ വരുമോ വയനാട്ടിൽ? മോദി വാ കേരളത്തിലേക്ക് വാ, കേരളത്തിൽ വന്ന് മത്സരിക്കും, അതിനുള്ളൊരു അന്തസ്സുള്ളൂ. രാഹുൽ ഗാന്ധി അവിടെ പോയി മത്സരിച്ചില്ലേ? മോദി എന്തോന്നും മത്സരിക്കുന്നില്ല, കേരളം മത്സരിക്കട്ടെ. അതെ വാ, ഇങ്ങോട്ട് വാ. അതിന്റെ മറുപടി എന്താ പറയാ? അത് പറയ്. അതെ പറ. നിങ്ങളടുത്ത് മറുപടി ഇല്ല. പറയൂ, വേഗം പറയൂ. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ പോയി. കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെ അവസ്ഥ ഇതാണ്. എന്തെല്ലാം വ്യാഖ്യാനങ്ങൾ ചമയ്ക്കണം. വയനാട്ടുകാരോട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള വ്യാഖ്യാനം ചമയ്ക്കണം. അമേഠിയിൽ എന്തുകൊണ്ട് നിന്നില്ല എന്നുള്ള വ്യാഖ്യാനം ചമയ്ക്കണം. ഇനി ജയിച്ചാൽ വയനാട് ഉപേക്ഷിക്കുമോ എന്നുള്ള വ്യാഖ്യാനം ചമയ്ക്കണം.
ഇതിനൊക്കെ എവിടെ നിന്നാണ് ബുദ്ധി ഉണ്ടാക്കേണ്ടത്? എന്തായാലും ഷമാ മുഹമ്മദൊക്കെ ഉള്ളതുകൊണ്ട് കോൺഗ്രസ്സുകാർ തട്ടിമുട്ടി കഷ്ടിച്ച് ഇങ്ങനെ ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നന്ദി, നമസ്കാരം.